ബി.ജെ.പിക്കും കേന്ദ്ര സർക്കാരിനും ഇരട്ട പ്രഹരം നൽകിക്കൊണ്ടാണ് ഇന്ന് രാഹുൽ ഗാന്ധിയുടെ മറ്റൊരു വാർത്താ സമ്മേളനം കൂടി ഉണ്ടായത്. അദ്ദേഹം പരിക്കേറ്റ CJP പ്രവർത്തകരെ, വിദ്യാർത്ഥികളെ പങ്കെടുപ്പിച്ചായിരുന്നു ആ വാർത്താ സമ്മേളനം നടത്തിയത്. ധനസുമോ തുടരൂ. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിലെ പ്രതിപക്ഷ പ്രതിഷേധത്തിനിടെ ലോക്സഭ തിങ്കളാഴ്ച വരെ പിരിഞ്ഞു. വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കണമെന്ന മുദ്രാവാക്യം ഉയർത്തിയായിരുന്നു പ്രതിപക്ഷ പ്രതിഷേധം. അതിവേഗ കോടതിയും പരീക്ഷാ പേപ്പർ ചോർത്തുന്നവർക്ക് കഠിന ശിക്ഷയും ഉറപ്പുവരുത്തുമെന്ന് സ്പീക്കർ അറിയിച്ചെങ്കിലും പ്രതിപക്ഷം വഴങ്ങിയില്ല. പ്രധാനമന്ത്രി പ്രസ്താവന നടത്തണമെന്ന് മല്ലികാർജ്ജുൻ ഖാർഗെ ആവശ്യപ്പെട്ടു. അതിനിടെ രാജ്യസഭയിലും പ്രതിഷേധം ഉയർന്നു. രാജ്യസഭയിൽ പ്രതിപക്ഷ പ്രതിഷേധത്തിനിടെ വന്ദേമാതരം ബിൽ കേന്ദ്രം അവതരിപ്പിച്ചു. ഇടത് എംപിമാർ ഇതിനെതിരെ ശക്തമായി പ്രതിഷേധിച്ചു. തുടർന്ന് രാജ്യസഭയും തിങ്കളാഴ്ച വരെ പിരിഞ്ഞു. ധനസുമോദ് തുടർന്ന് സുമോദ് തിങ്കളാഴ്ച വരെ പിരിയേണ്ടി വന്നിരിക്കുന്നു പാർലമെന്റിന്റെ ഇരുസഭകൾക്കും. എത്ര കടുത്ത പ്രതിഷേധമാണ് ഇന്ന് പ്രതിപക്ഷം ഇരുസഭകളിലും നടത്തിയത്? എന്താണ് സംഭവിച്ചത്? ഇന്ന് 12 മണിയോട് തന്നെ ലോക്സഭ പ്രവർത്തനം അവസാനിപ്പിക്കുകയായിരുന്നു ചെയ്തത്. അടുത്ത ആഴ്ച, അതായത് തിങ്കളാഴ്ചത്തേക്ക് ഇനി പ്രവർത്തനം ഉണ്ടാകൂ എന്നുള്ളൊരു കാര്യം അറിയിച്ചിരുന്നു. പക്ഷെ അപ്പോഴും 2 മണിക്ക് രാജ്യസഭ വീണ്ടും ചേരും എന്നാണ് അറിയിച്ചിരുന്നത്. രാജ്യസഭ ചേർന്ന് കഴിഞ്ഞപ്പോൾ വന്ദേമാതരം ബില്ല് അവതരിപ്പിക്കുകയായിരുന്നു ചെയ്തത്. ഇടതുപക്ഷത്തിലെ അംഗങ്ങളായിട്ടുള്ള ജോൺ ബ്രിട്ടാസും പി സന്തോഷ് കുമാറും വളരെ ശക്തമായിട്ട് തന്നെയാണ് ഈ ബില്ലിനെ എതിർത്തത്. കാര്യം ഇതൊരു ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയുള്ള ഒരു ബില്ലാണ് എന്നുള്ളൊരു കാര്യമാണ് പി സന്തോഷ് കുമാർ അറിയിച്ചത്. അദ്ദേഹം CPIയുടെ സഭാ നേതാവാണ്. CPMന്റെ സഭാ നേതാവായിട്ടുള്ള ജോൺ ബ്രിട്ടാസ് പറഞ്ഞത് ഇതൊരു ധ്രുവീകരണത്തിലുള്ള ശ്രമമാണെന്ന്. പിന്നീട് എല്ലാ പാർട്ടികളും ഒറ്റക്കെട്ടായി തന്നെ ഈ ബില്ല് അവതരണത്തെ എതിർക്കുകയായിരുന്നു. കാരണം രാവിലെ മുതൽ തന്നെ ഇക്കാര്യത്തിൽ വലിയ പ്രതിഷേധം തന്നെയായിരുന്നു സഭയിൽ ഉണ്ടായത്. പക്ഷേ കിരൺ റിജിജു ഇന്ന് ലോക്സഭയിൽ പറഞ്ഞത് ചർച്ചയ്ക്ക് തയ്യാറാണ്. ഈ ശബ്ദം അദ്ദേഹം പറഞ്ഞത് ഏറ്റുപറയുകയാണ് ജഗദംബിക പാൽ എന്ന സ്പീക്കർ ചെയറിലിരുന്ന സ്പീക്കർ തീരുമാനിച്ചിരുന്നത്, അദ്ദേഹം അറിയിച്ചിരുന്നത്, ആ പാനൽ അംഗം അറിയിച്ചത്. പക്ഷേ ഒരു കാരണവശാലും തങ്ങൾ ഈ തരത്തിലുള്ള ചർച്ചയ്ക്കില്ല. ഈ തരത്തിലുള്ള ചർച്ച ഒരു BJPയുടെ ഒരു നരേറ്റീവിനനുസരിച്ചുള്ള ഒരു ചർച്ചയാണ് നടത്താൻ പോകുന്നത്. ആദ്യം ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി, അതിനുശേഷം ചർച്ച എന്ന നിലപാടിൽ തന്നെ അവർ ഉറച്ചു നിന്നതോടുകൂടിയാണ് ഈ ആഴ്ചയിലെ സമ്മേളനം മുഴുവനും അലോസരപ്പെടുകയും സമ്മേളനം മുടങ്ങുകയും ചെയ്തത്. ധൻസുമോദ്, ഒറ്റ കാര്യം കൂടി, ഇതിലിപ്പോൾ CJPയുമായി 2 ഘട്ട ചർച്ചകൾ നടന്നു. 3-ാം ഘട്ട ചർച്ച നാളെ നടക്കുകയാണ്. അപ്പോൾ ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി എന്ന ആവശ്യത്തിൽ നിന്ന് CJP പുറകോട്ട് പോകുമോ വിട്ടുവീഴ്ച ചെയ്യുമോ എന്ന് നമുക്ക് ഉറപ്പില്ല. എന്തായാലും 2 പേർക്കും ഒരു ബ്രീത്തിങ് ടൈമാണ് നാളെ ഉച്ചവരെ. പക്ഷേ കോൺഗ്രസും പ്രത്യേകിച്ച് ഇന്ത്യ മുന്നണിയും ഈ സമരം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഇപ്പോൾ നിലപാടെടുത്തിരിക്കുന്നത്? അതിപ്പോൾ സഭയ്ക്ക് അകത്തായാലും പുറത്തായാലും ഇതിപ്പോൾ CJP വഴങ്ങുന്നുണ്ടോ ഇല്ലയോ എന്നതൊന്നും നോക്കാതെ ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യത്തിൽ തന്നെ ഉറച്ചു മുന്നോട്ട് പോകാൻ തന്നെയാണോ കോൺഗ്രസിന്റെ നീക്കം? എന്തായിരിക്കും ഭാവി പരിപാടികൾ? ഈ CJPയും ഇടതുപക്ഷവും കോൺഗ്രസ് ഒഴികെയുള്ള മറ്റ് ഇന്ത്യ മുന്നണിയിലെ സഖ്യകക്ഷികൾ പരസ്യമായിട്ട് തന്നെ CJPക്ക് പിന്തുണ കൊടുക്കുന്നുണ്ട്. ജന്തർ മന്ദറിൽ പോയി അവർ സംസാരിക്കുന്നുണ്ട്, അവരുടെ വിദ്യാർത്ഥികളോട് സംസാരിക്കുന്നുണ്ട്, അഭിജിത് ദീപ്കയോട് സംസാരിക്കുന്നുണ്ട്. പക്ഷേ കോൺഗ്രസ് സ്വന്തം നിലയിലാണ് അവർ സമരം നടത്തിക്കൊണ്ടു വരുന്നത്. പക്ഷേ ഈ 3 വിഭാഗങ്ങൾ ചെയ്യുന്ന സമരത്തിനും പൊതുവായ ഒരു കാര്യം, അവരുടെ ആദ്യത്തെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് തന്നെ ഇപ്പോൾ ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയാണ്. ഇതിൽ ഇന്ത്യ സഖ്യത്തിൽ നിന്ന് മാറി നിൽക്കുന്നതാണ് DMK, ഇന്ത്യ സഖ്യത്തിൽ നിന്ന് മാറി നിൽക്കുന്നതാണ് ആം ആദ്മി പാർട്ടി. പക്ഷേ ഈ ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണം എന്ന ആവശ്യത്തിലേക്ക് ഒരു അംബർല പോലെ ഒരു കുടക്കീഴിലേക്ക് ഈ എല്ലാ പാർട്ടികളെയും കൊണ്ടുവരാൻ കഴിയുന്നു എന്നത് തന്നെയാണ് എടുത്തു പറയേണ്ടത്. മാത്രമല്ല ഇനിയിപ്പോൾ ശനിയും ഞായറും MPമാർ പലരും അവരുടെ മണ്ഡലങ്ങളിലേക്ക് പോകുന്ന ഒരു സമയമാണ്. പ്രിയങ്ക ഗാന്ധി നാളെ കേരളത്തിലേക്ക് വരുന്നുണ്ട്. അതുപോലെ വളരെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ മാത്രമായിരിക്കും 2 ദിവസം ഡൽഹിയിൽ ഉണ്ടാകുക. ഡൽഹിയിൽ ഇനിയൊരു സമരത്തിൻ്റെ ഒരു വേലിയേറ്റം ഇന്ന് വരെ ഉണ്ടായതുപോലെ 2 ദിവസം ഉണ്ടാകാൻ സാധ്യത കുറവാണ്. പക്ഷേ എങ്കിൽ പോലും ചർച്ച വളരെയധികം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ചർച്ചയ്ക്കുള്ള വാതിൽ തുറന്നിട്ടുകൊണ്ട് തന്നെയാണ് അവസാനം ചർച്ച അവസാനിപ്പിച്ചത്. ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കുന്നതുമായി ബന്ധപ്പെട്ട് ദിവസം അറിയിക്കാൻ ഒരു ദിവസം കൂടി വേണം, 24 മണിക്കൂർ കൂടി അവർക്ക് വേണം എന്നുള്ളൊരു ആവശ്യമാണ് കേന്ദ്രമന്ത്രിമാർ അറിയിച്ചത്. അത് BJP ഒരു കാരണവശാലും ധർമ്മേന്ദ്ര പ്രധാനെ കൈവിടാനുള്ള ഒരു സാധ്യത കുറവാണ്. പക്ഷേ എങ്കിൽ പോലും 2 കൂട്ടർക്കും അനുകൂലമായ ഒരു ബ്രീത്തിങ് ടൈമാണ് ഇപ്പോൾ അനുവദിച്ചിരിക്കുന്നത്.